എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒരു അതിഥിയുമായാണ് എത്തിയിരിക്കുന്നത്. വെറുതെ പ്രത്യേകതയല്ല, രാജ്യം 2 വട്ടം പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ച പ്രഗത്ഭനായ ഒരു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. അദ്ദേഹം പത്മഭൂഷൺ ജേതാവായിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത് സമർപ്പിച്ച് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഇത് വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് മാത്രമല്ല, മലയാളികൾക്കൊട്ടാകെ വലിയ അഭിമാനം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം ഇങ്ങനൊരു സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന്. താങ്ക് യു. എന്തായാലും വളരെ തിരക്കുള്ള ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ, പ്രത്യേകിച്ച് നിരവധി ആളുകളുടെ ഹൃദയത്തിൽ ഒപ്പിട്ട ഒരാളെന്ന് സാഹിത്യ ഭാഷയിൽ പറയാം, അങ്ങനെയെങ്കിലും പറയാനില്ല. അത് ലിറ്ററലി അത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സഞ്ചരിച്ച ദൂരം എളുപ്പമായിരുന്നു. അത് ഒരു ഏത് വ്യക്തികളാണെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലഘട്ടങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഉണ്ടായിരിക്കാം. എനിക്കും എൻ്റെ MBBS പഠനം മുതൽ അതിനെപ്പറ്റി പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്നത് മുതൽ, അവിടെ ജോലി ചെയ്യുന്നത് മുതൽ, ബിരുദാനന്ത പഠനത്തിന് ശേഷം നാട്ടിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഈ സ്റ്റേജിലെത്താനായിട്ട് തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, ഫാമിലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം. എപ്പോഴും അതിനെ അതിജീവിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നതും. ഈ പത്മഭൂഷൺ എന്നുള്ളത് ഒട്ടും ചെറിയ ഒരു ബഹുമതിയല്ല. വലിയ സന്തോഷം സ്വാഭാവികമായിട്ട് തോന്നുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങക്ക് തോന്നിയൊരു അഭിമാനം എങ്ങനെയാണത് അങ്ങ് മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത് ഈ ഒരു നേട്ടത്തെ? അവാർഡുകൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അവാർഡുകൾ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക എന്നുള്ളൊരു പോളിസിയിലാണല്ലോ നമ്മൾ പോവുക. ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ജോലികളുണ്ട്. 2011 പത്മശ്രീ അവാർഡ് അത് എനിക്ക് ലഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2003 വിജയകരമായിട്ട് നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ടും, പിന്നെ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ, പിന്നെ അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അവർ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് 2011 പത്മശ്രീ കിട്ടിയപ്പോഴത്തേക്കും ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇനി അംഗീകാരത്തോടൊപ്പം നമ്മൾക്ക് എപ്പോഴും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളന്ന് ഡൽഹിയിൽ പത്മ അവാർഡിന് ശേഷം ഞങ്ങൾ അവിടെ അവാർഡ് കിട്ടുന്ന ആളുകളിലൊരു നല്ല ശതമാനം സ്പോർട്സ്മെൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും വളരെ എൽഡർലി ആയിട്ടുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു, അല്പം കൂടെ ചെറുപ്പത്തിൽ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശിഷ്ടജീവിതകാലം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മോർ യൂസ്ഫുള്ളായിട്ട് രാഷ്ട്രത്തിന് ചിലവഴിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയെന്ന് വരും എന്നുള്ള ഡിസ്കഷൻ വന്നു. അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ആ അവാർഡിന് ഉള്ള അർത്ഥം അത് സമൂഹത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷന് തിരികെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് വന്നതും അത് കഴിഞ്ഞിട്ടുള്ള പല നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ ചെയ്യാൻ പറ്റിയതും. അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് പത്മഭൂഷൺ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ഞാൻ ഇതിന് മുൻപും പറഞ്ഞതുപോലെ നമ്മളുടെ വൈദ്യശാസ്ത്ര രംഗത്തിന് നമ്മൾക്കറിയാം, ഈ പത്മ അവാർഡുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന ഡോക്ടർമാരേ ഉള്ളൂ അതിനകത്ത് വരുന്നുള്ളൂ. മിക്കവാറും ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ കലാകാരന്മാർ അല്ലെങ്കിൽ കായിക പൊളിറ്റിക്സ് അങ്ങനത്തെ ഉള്ളവരിൽ എക്സൽ ചെയ്യുന്നവർക്കാണ് കൂടുതൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ വൈദ്യശാസ്ത്ര രംഗത്തിന് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ള മെസ്സേജും സംസാരങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ വളരെ മികച്ചതാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിൽ പുരോഗമിച്ച സംസ്ഥാനം കേരളമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു അംഗീകാരമായിട്ട് വേണം നമുക്ക് പത്മഭൂഷൺ എടുക്കാനായിട്ട്. ക്വാളിറ്റിയുള്ള വൈദ്യശാസ്ത്ര രംഗമാണ്, ക്വാളിറ്റിയുള്ള ഡോക്ടേഴ്സാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വിദേശത്തേക്ക് പോകുന്നതിൽ മലയാളികളായ ഡോക്ടർമാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് ആളുകൾ ഇവിടെ വന്ന് ചികിത്സ തേടുന്നൊരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് നോക്കുമ്പം ഇത് ഒരു വളർച്ചയാണ്. പക്ഷേ അങ്ങേപ്പോലുള്ള ഒരാൾ ധാരാളം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വിദേശത്തുണ്ടായിട്ട് പോലും നാട്ടിൽ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. എന്താണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങേക്ക് പൊതുവേ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായിട്ട് വിദേശ പഠനത്തിന് പോകുന്ന സമയത്ത്
എന്നെ വിദേശത്തേക്ക് വിടണമെന്നും അത് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരണമെന്നും ഏറ്റവും ആഗ്രഹിച്ചത് എൻ്റെ പിതാവായിരുന്നു. അദ്ദേഹം പാല സെൻറ്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ സർജിക്കൽ അക്യൂമിനെ പറ്റിയുള്ള ഒരു പ്രീമോണീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്ന് പറയുന്നത് ഡോക്ടർ ചന്ദ്രമോഹനാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡീനാണ്. അദ്ദേഹം കോട്ടയത്തെ എന്നെ ട്രെയിൻ ചെയ്ത ഹാർട്ട് സർജനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ഞാൻ ആദ്യമായിട്ട് ഹൃദയം സ്പന്ദിക്കുന്നത് കാണുന്നു. ഞാൻ FRCs എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ UK പോകുന്നത്. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ ജോസ് എന്താണ് ജോസിൻ്റെ ആഗ്രഹം, എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് FRCs എടുക്കണം, കാർഡിയോതൊറാസിക് സർജറി തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് ഐ എം ടോക്കിംഗ് അബൌട്ട് 1986. അന്ന് ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും തിരികെ വരണം. അത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ തിരിച്ചു വരണം. കേരളത്തിലെ ആളുകളെ അവർക്ക് സർവീസ് കൊടുക്കാനുള്ള ഒരു തീരുമാനമായിട്ട് വേണം ജോസ് പോകാനെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തീരുമാനവും എൻ്റെ ഗുരുനാഥൻ്റെ ആഗ്രഹവും ഉപദേശവും എല്ലാമാണ് തീർച്ചയായിട്ടും തിരികെ നാട്ടിലേക്ക് വരണമെന്നുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെ. പക്ഷെ അങ്ങനെ പോകുന്ന പലരും വരാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. എൻ്റെ 2 സഹോദരങ്ങൾ എന്നോടൊപ്പം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. 2 പേരും അവിടെ തന്നെയാണ്. ഒരാൾ ഇംഗ്ലണ്ടിലും ഒരാൾ കാനഡയിലുമാണ്. ഞാൻ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. നമുക്ക് ഈ സയൻറ്റിഫിക് ടെമ്പറൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വിശ്വാസത്തെയൊക്കെ ചിലർ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ അങ്ങ് വിശ്വാസത്തെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് രോഗികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈശ്വരനെ വിളിക്കുന്നൊരു സന്ദർഭമാണ് ഇതുപോലുള്ള സർജിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്ന സമയത്ത്. നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ് ശരിക്കും രോഗികളെയും ഡോക്ടറെയും കൂടി ഈ ഒരു യാത്രയിൽ ഒരു മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു ഗുണപരമായി എങ്ങനെ സ്വാധീനിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ? വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രോഗി ഡോക്ടർ ബന്ധങ്ങളും എല്ലായ്പ്പോഴും നമ്മൾക്കറിയാം, ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള ബന്ധത്തിൽ ഒത്തിരി അസഹിഷ്ണുതകൾ ഉടലെടുത്തിട്ടുണ്ട്. സമൂഹവും ആശുപത്രികളും തമ്മിലുള്ള ബന്ധം വളരെ ബ്രിട്ടിലായിട്ടിരിക്കുന്നു. അപ്പം ആ വിശ്വാസം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. രോഗികളുമായിട്ട് ഞാൻ വളരെയധികം സമയം ചെലവഴിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പുതിയ രോഗിയെ കാണുമ്പോൾ അവരുടെ എല്ലാ സംശയങ്ങളും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത്, ആൻജിയോഗ്രാം ആണെങ്കിൽ അത് കാണിച്ചു കൊടുത്ത് അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ എനിക്ക് ഇവിടുന്ന് ഒരു ക്ഷമ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിലെ ട്രെയിനിങ് ആയിരിക്കാം. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് രോഗി ഡോക്ടറിലുണ്ടാകുന്നൊരു വിശ്വാസം 1. 2, ഈ ഡോക്ടർ പറയുന്ന ചികിത്സയാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സ എന്നുള്ള വിശ്വാസം. പിന്നെ സ്വന്തം ആത്മവിശ്വാസം, ആ ചികിത്സ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം. അതിനെല്ലാം ഉപരിയായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസങ്ങളെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലെവിടെയെങ്കിലും ഒരു ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ചെയിൻ കൊണ്ട് ബ്രേക്ക് ആവുകയാണ്. അത് അവരോട് സംസാരിക്കുന്നതും അവരെ സ്പർശിക്കുന്നതും അവരെ പരിശോധിക്കുന്നതും ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും അതെല്ലാം ഈ വിശ്വാസത്തിന് ബലം കൂട്ടുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പുതിയ ജനറേഷൻ ഡോക്ടർമാർ പലപ്പോഴും പറഞ്ഞു, ഞങ്ങളെ പണ്ട് ദൈവതുല്യർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരസ്പർശം, ദൈവത്തിലൂടെ ഡോക്ടറിലൂടെ ദൈവം ഞങ്ങളെ സ്പർശിക്കുന്നു എന്നുള്ള ചിന്ത രോഗികൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ പല ഡോക്ടർമാരും ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ഞങ്ങളെ ദൈവമായിട്ട് കണ്ട് ഞങ്ങളെ ഒരു ഉയർന്ന തലത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് അത് ചെയ്യാതെ വരുമ്പോൾ ഞങ്ങളെ തള്ളിപ്പറയുന്ന, അങ്ങനെ ഞങ്ങളെ ദൈവമായി കാണരുതേ എന്ന അപേക്ഷ പുതിയ കാലത്തെ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം പണ്ടത്തെ ഡോക്ടർമാർ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഡോക്ടർമാർ ഇങ്ങനെയാണ് എന്നൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് വരാനായിട്ട് നമ്മളുടെ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ലല്ലോ, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ആ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മളുടെ വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ യാന്ത്രികമായിട്ട് യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ ചെന്നാൽ തന്നെ അറിയാലോ, നമ്മളിപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം തന്നെ വളരെ കുറവാണ്. 2 പേരും വാട്സാപ്പിലും നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിലും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അത്യാവശ്യമുണ്ട് എന്ന് പറയുന്നതല്ലാതെ. അപ്പോൾ ആ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ, എസ്പെഷ്യലി കോവിഡിന് മുമ്പൊക്കെ നമ്മൾ എല്ലാവരും പറയുമായിരുന്നു, ഷെയർ ടൈം വിത്ത് പീപ്പിൾ, ഹഗ് ദം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും തന്നെ ഒരു ചുമയുണ്ടെങ്കിൽ പോലും കെട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. സാംക്രമിക രോഗങ്ങൾ, അല്ലെങ്കിൽ സ്പെൻഡിങ് ടൈം, വെയറിങ് മാസ്ക്, യൂസിങ് ടെലഫോൺസ്,
ഇതെല്ലാം മനുഷ്യർ തമ്മിലുള്ള ആ ബന്ധത്തെ ഒത്തിരി അകറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാരുടെ ജീവിതത്തിൽ മൈ ലൈഫ് ഈസ് ഷോർട്ട്, ഐ വാണ്ട് ടു ലീവ് ഫോർ മൈസെൽഫ് എന്നുള്ളൊരു ചിന്താഗതി എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടാകും. അത് ഡോക്ടർമാരുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാനിപ്പം പറഞ്ഞല്ലോ, ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ 7:30 വന്നു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് പോകുന്നു. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അത് അങ്ങനത്തെ ഉള്ളൊരു ജീവിതത്തോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരും MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റേഡിയോളജിയോ ഡെർമറ്റോളജിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ഈ ടൈമിനകത്ത് നമുക്ക് 8 മുതൽ 4 മണി വരെ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, എന്താ പറയുന്നതിന് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയും. അതിനെപ്പറ്റി പണ്ടൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള വാക്ക് ഞാൻ കേൾക്കുന്നത് തന്നെ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ജോലിയും നമ്മളുടെ ജീവിതവും തമ്മിലുള്ള ഒരു ബാലൻസ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി അല്ലെങ്കിൽ ആ രോഗിയുടെ ബന്ധു ഒരു മാധ്യമത്തിലോ ഒരു മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നേരെ അത് ന്യൂസ് ആവുകയാണ്, അത് ചികിത്സാപ്പിഴവാകുകയാണ്. പക്ഷേ എന്താണ് അതിൻ്റെ പിറകിൽ എക്സാക്ട്ലി സംഭവിച്ചത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. കാരണം സപ്പോസ് എന്നെപ്പറ്റി ഒരു പേഷ്യൻ്റ് പറയുന്നു, അത് പത്രത്തിൽ വരുന്നു, എന്നോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ആ മാധ്യമപ്രവർത്തകന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അത് അവർക്ക് താല്പര്യമില്ല, കാരണം അത് പോസിറ്റീവ് ന്യൂസാണ്. സോ ദ പീപ്പിൾ വാണ്ട് നെഗറ്റീവ് ന്യൂസ്. ആ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഭാഗമാണ് നെഗറ്റീവ് ന്യൂസ്. ഡോക്ടറുടെ ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് ന്യൂസാണ്. ഞാനിപ്പോഴും ഡോക്ടറുടെ സ്കെഡ്യൂൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ രാത്രി ഇപ്പോഴും 9 മണി വരെ നീളും. ഇതുപോലെ നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലെ പല ഇഷ്ടങ്ങളെയും ഒക്കെ മാറ്റി വെച്ചാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നിൽക്കുന്നത്. എത്രത്തോളം ഹെക്റ്റിക്കാണ് അങ്ങ് ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു പ്രോഗ്രാം എങ്ങനെയായിരിക്കും, ഒരു നോർമൽ ഡേ പോവുക? ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ 8 മണിയാവും, ചിലപ്പോൾ 5 minutes ആഫ്റ്റർ 8. അപ്പോൾ ആ സമയമാകുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ്, എല്ലാ ദിവസവും വി ഓപ്പറേറ്റ്, എവറി ഡേ വി ഡു 4 or 5 ഓപ്പറേഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ അനസ്തെറ്റിസ്റ്റ് റെഡി ആയിരിക്കും. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അനസ്തീസിയ കൊടുക്കുന്നത്. പിന്നെ ആദ്യത്തെ ഓപ്പറേഷൻ ഞാൻ തന്നെയാണ് തുടക്കം മുതലേ ആരംഭിക്കുന്നത്. അതേസമയം തന്നെ രണ്ടാമത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻറ്റിനെ വിളിച്ചിരിക്കും. അവിടെയും അനസ്തീസിയ കൊടുക്കുന്ന ഒരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ ശസ്ത്രക്രിയ ഏകദേശം ഒരു 25% ആകുമ്പം അടുത്ത തിയേറ്ററിലെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കും. അവിടെ വേറൊരു ഡോക്ടറായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 25% ആകുമ്പോൾ മൂന്നാമത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ ശസ്ത്രക്രിയ ആരംഭിച്ചിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിയേറ്റർ 1ലേക്ക് രണ്ടാമത്തെ സർജറി, അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ 6 സർജറി വരെ ചെയ്ത ദിവസങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ഇടതടവില്ലാതെ നമ്മൾ ചെയ്യാണ് കുറേ. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ടീമുള്ള കാരണം സം ഓഫ് ദ ഈസി സർജറീസ് ആർ ഡൺ ബൈ അതർ കൺസൾട്ടൻസ് ഓൾസോ. അപ്പോൾ അതിനിടയ്ക്ക് ഓടി വരും. ഔട്ട് പേഷ്യൻസ് ക്ലിനിക്കിൽ ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണും. വീട്ടിൽ നിന്ന് പോരുമ്പോൾ 5 ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തരും. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാറില്ല, ഉണ്ണാൻ എനിക്ക് സമയമില്ല. മാത്രമല്ല, ഉണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു സർജൻസ് ഹാൻഡ് ഷുഡ് ബി ബിറ്റ് മോർ ക്ലീനർ. അപ്പോൾ ഒരു സാൻഡ്വിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാപ്പ് അങ്ങനത്തെ ഉള്ളതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. ചില സമയങ്ങളിലൊക്കെ പേഷ്യൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ട് എനിക്ക്. പേഷ്യൻസ് തന്നെ ചിലപ്പോൾ ഡോക്ടറെ വിളിച്ചു കഴിയുമ്പോൾ എഴുന്നേക്കുന്നു. അത്രമാത്രം ടയേർഡ് ആകാറുണ്ട് ചിലപ്പോൾ. നൗ ഐ എം 67. ദിസ് ഹാസ് ബീൻ ഹാപ്പനിങ്. എത്ര വയസ്സ് മുതലാണ്? ഞാൻ 39ാമത്തെ വയസ്സിലാണ് ഇന്ത്യയിലേക്ക്, കേരളത്തിൽ തിരിച്ചു വരുന്നത്. മറ്റുള്ളവരുടെ ഹൃദയത്തെ ഇത്രയും താലോലിക്കുന്ന ആൾ സ്വന്തം ഹൃദയത്തോട് അല്പം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തോട് മാത്രമല്ല, ലൈഫിനോടും ഫാമിലിയോടും പിള്ളേരോടും എല്ലാം ഐ എം നോട്ട് ഹാർഡ് പേഴ്സൺ, ബട്ട് അഗൈൻ അവർക്ക് ഡിസേർവ് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുടുംബത്തിന്. പക്ഷേ അവർ വൈഫും പിള്ളേരും എല്ലാം അതിനോട് അങ്ങോട്ട് താതാത്മ്യപ്പെട്ട് അവർ ജീവിച്ചു. ഇത്രയും മണിക്കൂറുകൾ നിരന്തരമായി ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഇതിനുള്ള പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ടാവാം, കിട്ടാതെ ഉണ്ടാവാം. ആ മനസ്സിൽ തട്ടുന്ന അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ തിരിച്ചുള്ള പ്രതികരണങ്ങൾ? അങ്ങ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഇത് പലരും കാണുന്നൊന്നുമില്ല. പലപ്പോഴും ഈ ഇത്തരം ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അങ്ങ് എടുക്കുന്ന പ്രവർത്തനങ്ങൾ, എടുക്കുന്ന എഫർട്ടുകൾ പലപ്പോഴും കാണണമെന്നില്ല. കാരണം ഇത് അങ്ങോട്ടൊന്നും ആക്സസ് ഇല്ല പലപ്പോഴും. അപ്പോൾ ഇത് പൊതുസമൂഹം പോയിട്ട് ചിലപ്പോൾ ബന്ധുക്കൾ പോലും അറിയണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതൊക്കെ തിരിച്ച് കിട്ടാറുണ്ടോ? ഇതൊക്കെ നമ്മൾ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ നമുക്കുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ചെയ്ത ഓപ്പറേഷൻസ് അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ആ നന്ദി ഡോക്ടറെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, ഡോക്ടർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മോള് ചാപ്പലിൽ രാവിലെ പോയിരുന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ നമ്മളുടെ കയ്യിൽ കെട്ടിപ്പിടിക്കും, ചിലർ സ്തുതി ചെല്ലുന്നു, ചിലർ കയ്യിലും മുത്തം തരുന്നു. അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ ദ ലൈഫ് ഈസ് വർത്ത് ലിവിങ് ബിക്കോസ് ഓഫ് ദാറ്റ്.
അതിനേക്കാളും എന്ത് ഗിഫ്റ്റാണ് നമുക്ക് വേണ്ടത്? പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ അതൊക്കെ നമ്മൾ ഗവൺമെൻറ് തരുന്ന അംഗീകാരങ്ങൾ. പക്ഷേ നമ്മുടെ രോഗികൾ, നമ്മുടെ സമൂഹം നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് ഗിഫ്റ്റ് വിച്ച് യു ക്യാൻ ഹാവ്. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങക്ക് പിന്നെയുള്ള സമയം അങ്ങക്ക് ചെറിയ കൃഷി പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു, ഹോബിയായിട്ടല്ലേ? അതിൽ ഹോബിയാണോ അതോ താല്പര്യമാണ്? ഇത് കഴിഞ്ഞ് ഈ ഹൃദയ പരിലാളനം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പിന്നെ അത് ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് എ ഫാമർ, ഒരു ആയുർവേദ വൈദ്യനുമായിരുന്നു. പിറവം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ കൃഷിയിടങ്ങളിൽ പോവുകയും മധ്യവേനലവധിക്കാലത്തെ അവിടെ പോവുകയും നമ്മളിങ്ങനെ കച്ചൂലം, മഞ്ഞൾ, ഇഞ്ചി ഇതെല്ലാം പറിച്ചു കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ ഈ ക്ലീനിങ്ങും പരിപാടികൾ. അപ്പോൾ ആ ഭൂമിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. സോ ഐ ലവ് സോയിൽ. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെ വിചാരിക്കുന്നില്ല. കാരണം ഈ പ്ലാന്റ്സ്, ഈ ചെടികൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി മനുഷ്യരെ പോലെയാണ്. അവർക്ക് കൊടുക്കുന്ന വളങ്ങൾ, അവിടെ വാട്ടം ഉണ്ടാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇല കരിയുമ്പോൾ, ഇല മഞ്ഞയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ തൊലി പൊട്ടുമ്പോൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് മനുഷ്യരെ പോലെ തന്നെയാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? NPK എന്ന് പറയുന്ന വളം എന്ന് പറയുന്നത് യൂറിയയും ഫോസ്ഫറസും പൊട്ടാസ്യമാണ്. അതുപോലെ നമ്മൾ കാൽസ്യം കൊടുക്കും, നമ്മൾ മഗ്നീഷ്യം കൊടുക്കും, നമ്മൾ ബോറോൺ കൊടുക്കും. ഇതെല്ലാം ചെടികൾക്ക് കൊടുക്കുന്ന, ഇതെല്ലാം ഞങ്ങളും പേഷ്യൻസിന് കൊടുക്കുന്ന. എപ്പോഴും ഹൃദയതാളങ്ങളുടെ വ്യത്യാസം വരുമ്പോൾ പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം, പൊട്ടാസ്യം കൂടിയതിനേക്കാളും പ്രശ്നം, മഗ്നീഷ്യം കുറഞ്ഞ പ്രശ്നം, ട്രേസ് എലമെൻറ്റ്സ് കുറഞ്ഞ പ്രശ്നം. അപ്പം മനുഷ്യരും ഈ പ്ലാന്റ്സും തമ്മിൽ ഭയങ്കരമായ ബന്ധമാണ്. ആ ബന്ധം ഞാൻ ശരിക്കും എത്രമാത്രം ഞാൻ പഠിച്ചു മണ്ണിനെപ്പറ്റി, എനിക്ക് കൃഷിയെപ്പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നതെന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനൊരു ഭയങ്കരമായൊരു ആർഡൻ ഫാമറല്ല. പക്ഷേ ലവ് സോയിൽ, ഐ ലവ് മൈ പ്ലാന്റ്സ്. പോകുമ്പോൾ എല്ലാ ചെടിയുടെയും ചോട്ടിക്കിടെ പോവും, വെള്ളം വീഴുന്നുണ്ടോ എന്ന് നോക്കും, അതുമേലെ പൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റംബൂട്ടാൻ്റെ പൂക്കുന്ന സമയമാണ്. ഉള്ളിൽ എപ്പോഴും ഒരു കൃഷിക്കാരൻ ഉണർന്നിരിപ്പുണ്ട്. അബ്സല്യൂട്ട്ലി. ഞാൻ ഐ ഡ്രീം അബൌട്ട് എ റിട്ടയർഡ് ലൈഫ് ആസ് എ ഫാമർ. എനിക്കത് എൻ്റെ സ്വപ്നം അതാണ്. ഒരു റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരനായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിലെ പ്രശ്നം അവരുടെ ചികിത്സാ ചെലവുകളാണ്. അവൻ്റെ ജീവിതത്തിൽ സമ്പാദ്യമായി വന്ന കാര്യം മുഴുവൻ ഒരു ദിവസം കൊണ്ടൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങേ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചില ഇനിഷ്യേറ്റീവൊക്കെ ചില സമയത്ത് ഒരു ദിവസം ഞാൻ സർക്കാർ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കാൻ ചില വാഗ്ദാനങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ നൽകിയതായിട്ട് ഓർമ്മയുണ്ട്. നമ്മളുടെ ഈ നമ്മൾ മുന്നേറുമ്പോഴും ചികിത്സാ ചെലവ് നമ്മളെ വല്ലാണ്ട് പിന്നോട്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇൻഷുറൻസ് കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സമൂഹം ഏത് രീതിയിൽ ആരോഗ്യത്തെ ഈ രീതിയിൽ, അതായത് സിംറ്റംസ് ചികിത്സിക്കുക അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളും ജീവിത രീതിയും ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ തിരിച്ചടി, ആരോഗ്യപരമായി ലഭിക്കുന്ന തിരിച്ചടികൾ നമ്മൾ എങ്ങനെ നേരിടണം? അങ്ങയുടെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എങ്ങനെ എന്താണ് പറയുന്നത്? ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ അതിന് മാത്രം കാണാറില്ല. പക്ഷേ ഞാൻ വന്ന 1995-96 കാലഘട്ടത്തിൽ ഒത്തിരി പൂർ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻസ് ഒന്നും ന്യായപ്പൈസ ഇല്ലാതെ വന്ന് മാസങ്ങളെടുത്തിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഒത്തിരി കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഹാർട്ട് കെയർ ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞല്ലോ. അത് ഞാൻ ഇത് തുടങ്ങുന്നതും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഒത്തിരി വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. 2006 ഞങ്ങൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 1000 ഹൃദയങ്ങൾ, 1000 ജീവിതങ്ങൾ, 1000 കുടുംബങ്ങൾ എന്നാണ്. 1000 ഹാർട്ട്സ്, 1000 ലൈഫ്സ്, 1000 ഫാമിലീസ്. 1000 പേരുടെ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. അതൊന്നുമില്ലാതെ തുടങ്ങുന്നത്, യാതൊരു സപ്പോർട്ടും ഇല്ല. തുടങ്ങി. പക്ഷേ ഓരോ കോർണറിൽ നിന്ന് ഏറ്റവും ആദ്യം എനിക്ക് ഹെൽപ്പ് ചെയ്ത് കുവൈറ്റിലുള്ള ഒരു NRI ആയിരുന്നു. 10 lakhs rupees അദ്ദേഹം എടുത്തു തന്നു. വലിയൊരു എമൗണ്ട് അത് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ ആ ഫണ്ട് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് ബൈപ്പാസ് ശസ്ത്രക്രിയ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ അവിടുത്തെ കോട്ടയത്തെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അന്ന് ആദ്യത്തെ അവിടെ കാത്തലാബ് ആൻജിയോഗ്രാം ചെയ്യുന്ന മെഷീൻ വേണമെന്ന് ഡോക്ടർമാർ എന്ന് ഹെൽത്ത് മിനിസ്റ്റർ എടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബൈപ്പാസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് മറുപടിയായിട്ട് ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ആദ്യത്തെ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു. അതിനുശേഷം അവരുടെ ആ പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഹാർട്ട് കെയർ ഫൗണ്ടേഷനാണ്. അന്ന് 40,000 രൂപയായിരുന്നു ഒരു ബൈപ്പാസ് സർജറിക്ക് കോട്ടയം ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എവിടെ നിന്നോ ആളുകൾക്ക് അത്രമാത്രം ഒരു പോവർട്ടി ഉള്ളതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും ചികിത്സാ ചിലവുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ പേഷ്യൻസിന് എൻ്റെ ബില്ല് കാണുമ്പോൾ നമ്മൾ ഞെട്ടും. ഇത് മിഷൻ ഹോസ്പിറ്റലിലെ ബില്ലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലെ കോസ്റ്റ് എന്തുമാത്രമാണ്. ചിലരോ എന്ന് പറയും ആൻജിയോഗ്രാം ചെയ്തു കുറച്ച് 2 ദിവസം അവിടെ കിടന്ന് ഡോക്ടറെ തിരിച്ചു വന്നപ്പോൾ 2.5 ലക്ഷം രൂപയുടെ ബില്ലായി എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള എനിക്കും സംശയം തോന്നാറുണ്ട്. പരസ്പരം സഹായിക്കുകയോ ലോൺ എടുക്കുകയോ
സാധനങ്ങൾ വിൽക്കുകയോ ആഭരണങ്ങൾ വിറ്റിട്ടൊക്കെ ആയിരിക്കും അവർ വരുന്നത്. പക്ഷേ കേരളീയൻ ആവറേജ് ആരോഗ്യത്തിന് വേണ്ടി എന്തും ചിലവാക്കാൻ മടിയില്ലാത്തവരാണ് ഏത് രീതിയിലാണെങ്കിലും. അതുപോലെ തന്നെ വേറൊരു കുഴപ്പം വെച്ചാൽ കേരളീയൻ ഭക്ഷണത്തിന് വേണ്ടിയും എന്തും ചിലവാക്കി. ഇത് രണ്ടും ഡബിൾ എഡ്ജഡാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരുന്നത്, പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും വെല്ലുവിളികൾ പേഷ്യൻസിൻ്റെ ഒബീസിറ്റിയൊക്കെ കൂടിയ ശേഷം വലിയ ഇപ്പം വണ്ണമില്ലാത്ത ഉൾപ്പെടെയുള്ള കാര്യമാണ് എങ്കിലും ആരെയും കുറഞ്ഞ വണ്ണം കുറഞ്ഞ ആൾക്കാരെ കാണുന്നില്ല. പ്രഷർ ചെറുപ്പകാലത്തിൽ തന്നെ പിടികൂടുന്നു. പണ്ടത്തെ വെല്ലുവിളിയല്ല ഇപ്പോഴത്തെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നതല്ലേ? യങ് പേഷ്യൻസ് ഒത്തിരി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എറണാകുളം ടൗൺ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം ഈറ്ററീസ് ഉള്ള ഒരു സ്ഥലം ലോകത്തിൽ കാണത്തില്ല. ഏത് റോഡിൽ ചെന്ന് കഴിഞ്ഞാലും ബിരിയാണി കടകളും മറ്റ് കടകളും കുഴിമന്തി, കബാബ്, ഇതെന്തോരാണ്. എല്ലാ കടകളിലും തിരക്കാണ്. നമ്മൾ രാത്രി 8 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദോശക്കട്ടയുടെ ഫ്രണ്ടിൽ അവിടെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. അത്രമാത്രം ആൾക്കാർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് അസുഖങ്ങളായിട്ട് പതുക്കെ പതുക്കെ മാറുകയാണ്, നമ്മളുടെ ഈറ്റിംഗ് ഔട്ട്. അപ്പോൾ അതിനകത്തൊരു നിയന്ത്രണം, ഭക്ഷണത്തിൽ ഈറ്റിംഗ് ഫ്രം ഔട്ട്സൈഡ് ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. ഇതൊരു എൻജോയ്മെൻ്റ് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നു കഴിഞ്ഞാലും അത് രോഗത്തെ വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ കുറേ ഓട്ടങ്ങളുണ്ട്. കോമ്പറ്റീഷനാണല്ലോ നമ്മുടെ ലൈഫിൽ, എസ്പെഷ്യലി ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഈ ലൈഫും ഈ റോഡിലെ ട്രാഫിക്കും ഒരുപോലെയാണെന്ന് ഞാൻ പറയാറുണ്ട്. ഈ മനുഷ്യരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ നടക്കുക. എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാറ് വേറൊരു കാറിനെ ഹോൺ അടിക്കുന്നു, അവനെ ഓവർടേക്ക് ചെയ്യുന്നു, ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യൻസ് ആർ ഓൾവേസ് ഇൻ എ ഹറി ബട്ട് നോ ഇന്ത്യൻസ് റീച്ച് ഓൺ ടൈം. അത് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ സമയത്തൊരു സ്ഥലത്ത് ചെല്ലത്തുമില്ല. ഇത്രയും ധൃതിയിൽ ഓടുന്ന ഒരു മനുഷ്യൻ ലോകത്തിൽ എഴുതാനും. നമ്മളുടെ സഹജീവികൾക്ക് അവരുടെ സ്പേസ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ഒരു 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 വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഫോർ ദം. ഒന്ന് ബ്രേക്ക് ഔട്ടിട്ട് അവനെ കിടത്തി വിട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ട്. അതൊരു ഹൃദയ സംരക്ഷണമാണ്. അബ്സല്യൂട്ട്ലി. ഞാൻ ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യണം, പ്രഷർ കൺട്രോൾ ചെയ്യണം, പുകവലി നിർത്തണം, വെയിറ്റ് കുറയ്ക്കണം, കൊളസ്ട്രോൾ. ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, മനസ്സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം താനേ കുറഞ്ഞോളും. നമ്മൾ കൺസിഡർ പീപ്പിൾ, ലവ് ഹ്യൂമൻ